ഹലോ മക്കളെ, നമുക്കിന്ന് പുതിയൊരു ഡിഷാണ് കേട്ടോ. ബീഫ് ഡ്രൈ ഫ്രൈ. അതൊരു വെറൈറ്റി മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിൽ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ട് അത് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് ഇതേ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു കുക്കറിലേക്ക് ഇടുക. കുക്കറിലേക്ക് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, കുറച്ച് മുളക് പൊടി മതി കേട്ടോ, മുളക് പൊടി, പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, പിന്നെ അതിലേക്ക് ഞാനൊരു മസാലപ്പൊടി, ഏത് മീറ്റ് വെക്കുമ്പോഴും ഞാൻ വീട്ടിലുണ്ടാക്കി വെക്കണ ഒരു മസാലപ്പൊടി ഉണ്ട്, അത് ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് അധികം കേട്ടോ, നല്ലതാണ്, നല്ല സ്മെല്ല് വരുമല്ലോ. അപ്പം നല്ല നാടൻ കറിവേപ്പിലയുണ്ട്, അപ്പോൾ അതിട്ടു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മസാലപ്പൊടി. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടിയിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ചേർത്തിട്ട് ചൂടാക്കി വെച്ച പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ എല്ലാ മീറ്റും, ബീഫായാലും പോർക്കായാലും മട്ടനായാലും ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഇതെപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അതിന് കുറച്ച് പൊടി എടുത്തിട്ട് അതും കൂടി ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ കൂടി കൈ വെച്ച് നന്നായി തിരുമ്മി എടുക്കും കേട്ടോ. അപ്പം തന്നെ നല്ല വാസന വരും. അങ്ങനെ തിരുമ്മി എടുത്തിട്ട് ഇതിൽ എന്ത് ചെയ്യുക, നമ്മളത് വിസിലടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കുക്കറിന് എത്ര വിസിലടിച്ചാലാണ് ബീഫ് വേവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത്രയും വേവിച്ചെടുക്കുക. നന്നായി നല്ല കൊച്ചുള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതേത് വിസിലടുപ്പിച്ചെടുത്തു. നന്നായി വെന്തിടയുണ്ട് കേട്ടോ. നമ്മൾ കറിയിലേക്കൊക്കെ നന്നായി ബീഫ് വെന്തിട്ടല്ലേ നമ്മൾ കറിയിലേക്ക് എടുക്കാറ്. ഇത് അത്ര വേവണ്ട, കാരണം ഇതിന് വറക്കാനുള്ളതാണ്. അപ്പോൾ അതേ ഒരു പാത്രത്തിലേക്ക് വെന്ത ബീഫ് ഞാൻ മാറ്റിയാണ് കേട്ടോ. ഒന്ന് ചൂടാറിയിട്ട് മാറ്റിയാൽ മതി. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ചൂടോടക്കനും കൂടിയിട്ട് തന്നെയാണ് മാറ്റിയത്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി, 1 ടീസ്പൂണോളം ഇതില്ലേ അരിപ്പൊടി, നൈസായിട്ടുള്ള പൊടി, അരിപ്പൊടി, പിന്നെ ഉപ്പ്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. വേവിച്ചിട്ട് നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. നമ്മൾ വേവിക്കുമ്പോൾ മുളക് പൊടി ചേർത്തതാണ്, എന്നാലും അതിൽ പിന്നെ ആ മസാലയിൽ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മസാല ഞാൻ ഇട്ടിട്ടില്ലേ, അതിലും എരിവുണ്ട്. പക്ഷേ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. ഇത് നല്ല കളറ് കിട്ടാൻ നല്ലതാണ് വറുത്തെടുക്കുമ്പോഴേ. പിന്നെ കുറച്ച് വിനാഗിരി, ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഇനി പരട്ടി എടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ പരട്ടിയിട്ട് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ വറുത്ത് കോരിയെടുക്കാനുള്ളതാണ് കേട്ടോ ഈ ബീഫ്. അപ്പോൾ നല്ലോണം കൈ വെച്ച് തിരുമ്മി എടുക്കണം. ആ പൊടികളൊക്കെ ആ വേവിച്ച ബീഫിൽ അതിലേക്ക് പിടിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചൂടുള്ള കാരണം കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തിരുമ്മി എടുത്ത് മസാല അതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞ് ഏത് ഓയിൽ വേണമെങ്കിൽ ചേർക്കട്ടെ. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ ചേർത്തിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ബീഫ് വറുത്തെടുക്കണം. അപ്പോൾ ഓൾറെഡി വെന്ത ബീഫാണ്. പിന്നെ നമ്മൾ വറുത്ത് കോരിയും കൂടി എടുക്കണം. ഇത് ഇങ്ങനെ തന്നെ ഈ വറുത്ത് കോരിയതില്ലേ, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി മീതെ ഇട്ടിട്ട് വറുത്ത് കോരി എടുത്താൽ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമ്മൾ ബീഫ് കറി വെച്ചാലൊന്നും കുട്ടികൾ അധികം അങ്ങനെ കഴിക്കാത്ത കുട്ടികൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നന്നായി കഴിക്കും കേട്ടോ. ടച്ചിങ്സിനായാലൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തത് ആ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ ബാച്ചായിട്ട് വറുത്ത് കോരി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും പിന്നെ നല്ല ചുവന്നുള്ളിയും പച്ചമുളക് കീറിയതും കറിവേപ്പിൻ്റെ അരിയിട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഒരു പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളകില്ലേ, ഒരു 3 വറ്റൽമുളകും പെരിഞ്ചീരകവും കൂടിയിട്ട് പൊടിച്ച പൊടിയും കൂടി ആ വറുത്തെടുക്കണേലേക്ക് ഞാൻ എടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ചീഞ്ചട്ടി ചൂടായി അതിലേക്ക് ഈ വറുത്ത ബീഫും പിന്നെ നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചില്ലേ തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയുടെ മിക്സ്, അതും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മിശ്രിതമൊക്കെ കൂടിയിട്ട് ചൂടാക്കി എടുത്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയായി. അപ്പോൾ മോൾ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് കഴിച്ചു തുടങ്ങിയിട്ടാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മെത്തേഡിൽ. അപ്പോൾ 2 രീതിയുണ്ട്, ഒന്ന് വറുത്തിട്ടും കഴിക്കുക, പിന്നെ ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടും കഴിക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.